എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നൊരു ടേപ്പ് ഡിസ്പെൻസർ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കാർഡ്ബോർഡ് ആണ്. നമ്മുടെ അടുത്ത് സോപ്പിന്റെ ഒക്കെ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിലും ഈ ആവശ്യ സമയത്ത് നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമുക്ക് കാർഡ്ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാർഡ്ബോർഡ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ 2 പീസ് നമുക്ക് വേണം. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ 2 ചെറിയ പീസും കൂടി വേണം. അതെല്ലാം കൂടി വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ഫുള്ളായിട്ടൊന്ന് വൈറ്റ് പേപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. അതിന്റെ എഡ്ജസിലൊക്കെ മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് ഒട്ടിച്ചിട്ട് പിന്നെ ഒന്ന് കവർ ചെയ്തെടുത്തു. പിന്നെ 2 സൈഡിലായിട്ട് ഒരു ഹോൾ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് വർക്ക് ആണെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ട സംഭവമാണ് ബ്ലേഡ്. അതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അത്രയുള്ള നമ്മളെ ക്യൂട്ട് ആയിട്ടുള്ള ടേപ്പ് ഡിസ്പെൻസർ റെഡി. ഏതായാലും സംഭവം അടിപൊളിയല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക.